നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കുബൂസ് തിന്നുന്ന ഗൾഫിൽ നിന്ന് വരുന്ന പ്രവാസിക്ക് ഒരു നിയമവും, ബ്രിട്ടാനിയ ബിസ്ക്കറ്റ് തിന്നുന്ന ആഫ്രിക്കയിലെ വജ്രഖനിയിൽ നിന്ന് വരുന്ന അൻവറിന് മറ്റൊരു നിയമവും. ഇതാണിപ്പോൾ പ്രവാസ ലോകത്ത് പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ട്രോളുകളിൽ ഒന്ന്. ഇത് വെറും ട്രോളല്ല. കേൾക്കുക, പ്രവാസികളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു വേദനാജനകമായ പ്രതിഷേധം കൂടിയാകുന്നു. ആഫ്രിക്കയിൽ നിന്ന് കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇറങ്ങിയ PV അൻവർ MLA-ക്ക് നൽകിയ സ്വീകരണമായിരുന്നു ട്രോളിന് ഇടയായിരിക്കുന്നത്. മരണത്തിന്റെ വ്യാപാരികളെന്ന് ടാഗ് ലൈനോടെ അൻവർ മുമ്പ് ഫേസ്ബുക്കിലിട്ട കുറിപ്പും കുത്തിപ്പൊക്കിയിരിക്കുകയാണ് ഇപ്പോൾ പ്രവാസികൾ. ഇത്തരത്തിൽ വിദേശത്ത് നിന്ന് കേരളത്തിലെ വിമാനത്താവളത്തിലെത്തുന്നവരെ കുടുംബക്കാർക്ക് പോലും വാഹനവുമായി വിളിക്കാൻ വരരുതെന്നാണ് സർക്കാർ അന്ന് നൽകിയ നിർദ്ദേശം. വിളിക്കാൻ വരുന്നവർ ക്വാറന്റീനിൽ ഇരിക്കണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ടാക്സി വിളിച്ചോ KSRTC ഏർപ്പെടുത്തിയിരിക്കുന്ന പ്രത്യേക ബസ്സിലോ നാടണേണ്ടതാണ്. എന്നാൽ ഇതാ കഴിഞ്ഞ ദിവസം അൻവറിനെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിലെത്തിയത് 100 കണക്കിന് ആളുകളാണ്. ഇവരെല്ലാം ക്വാറന്റീനിൽ പോകുമോ എന്ന് ട്രോളന്മാർ ചോദിക്കുകയാണ്. ക്വാറന്റീൻ ലംഘിക്കുന്ന പ്രവാസികൾക്കെതിരെ കേസെടുത്ത കേരള പോലീസ് അൻവറിനും സ്വീകരിക്കാനെത്തിയവർക്കുമെതിരെ കേസെടുക്കണമെന്നാണ് ഒരു വിഭാഗം ആവശ്യം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. പോലീസ് നോക്കി നിൽക്കുകയായിരുന്നു വിമാനത്താവളത്തിലെ സ്വീകരണം നടന്നത്. കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് KSU പരാതിയും ഇതിനോടകം നൽകിയിട്ടുണ്ട്. ആഫ്രിക്കയിലെ കൊറോണ അപകടകാരിയല്ലെന്ന് പറഞ്ഞും അൻവറിനെ സോഷ്യൽ മീഡിയ പരിഹസിക്കുകയാണ്. 7 ദിവസത്തെ ക്വാറന്റീൻ ഒഴിവാക്കാൻ ബോംബെ ഹൈക്കോടതിയുടെ വിധിയെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അൻവർ ചാനൽ അഭിമുഖത്തിൽ പറയുകയും ചെയ്തിരുന്നു. ഇതിന്റെ വിവരം ലഭിച്ചാൽ ഉടൻ ക്വാറന്റീൻ ഒഴിവാക്കി പ്രചരണത്തിനിറങ്ങുമെന്നും അൻവർ പറയുകയാണ്. എന്നാൽ ബോംബെ വരെ പോകേണ്ടെന്നും സംസ്ഥാന സർക്കാരിന് സ്വയം തീരുമാനമെടുക്കാവുന്ന വിഷയമാണിതെന്നും പ്രവാസികൾ അൻവറിന് സോഷ്യൽ മീഡിയയിലൂടെ മറുപടിയും നൽകി. അൻവറിന്റെ ആഫ്രിക്കയിലെ കരിമ്പുലിക്കഥയും ട്രോളിന് ഇടയാക്കിയിട്ടുണ്ട്. ഇതാണ് പ്രവാസികൾക്കൊരു നിയമം. ഇതൊക്കെയാണ് പ്രവാസികൾ പറയുന്നത്. പ്രവാസികൾ അനുഭവിക്കുന്ന അവഗണനയുടെ മറ്റൊരു മുഖം കൂടിയാവുകയാണ് ഇത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.